ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ചീരയും പരിപ്പും കൂടി ചേർന്ന് നല്ലൊരു കറി തയ്യാറാക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചീരക്കറിക്ക് ഒരു തരി പോലും കയ്പില്ലാതെ തന്നെ നമുക്ക് കഴിക്കാനും സാധിക്കുന്നതാണ്. ഇനി ചീരക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 5 പിടി ചീര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീര ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് തന്നെ 100 ഗ്രാം പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റാം. പരിപ്പ് കുക്കറിലേക്ക് മാറ്റിയാൽ വെന്ത് വരാൻ ആവശ്യമായ വെള്ളവും മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ 5 പച്ചമുളകും ഒരു സവാളയും മയത്തിൽ വെന്ത് കിട്ടാനായിട്ട് ഒരു സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കുക്കർ മൂടി ഒരു 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചീരയുടെ തണ്ടാണ് ആദ്യമേ നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ചീരത്തണ്ട് കുക്കറിലേക്ക് മാറ്റിയാൽ വീണ്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് കറിക്കായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. 1/2 മുറി നാളികേരത്തിലേക്ക് 3 കൊച്ചുള്ളിയും 2 പച്ചമുളകും 3 വെളുത്തുള്ളി അല്ലിയും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചു വെക്കാം. ഒരു വിസിൽ കൊണ്ട് തന്നെ വേവിച്ചെടുത്ത ചീരത്തണ്ടും പരിപ്പും ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചട്ടി ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സവാളയും കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. സവാള മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചീരയുടെ ഇലയാണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. 2 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ ചീര ഇല വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അരപ്പ് ചേർത്ത് 1 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ചേർത്ത് കറി ഒന്ന് ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയാൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ചീരക്കറി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മാത്രം മതിയാകും. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ചീര പരിപ്പ് കറി ഇവിടെ റെഡിയാണ്. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു തരി പോലും കയ്പ് ഉണ്ടാകുകയില്ല. എല്ലാവർക്കും ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാനും പറ്റുന്ന നല്ല സ്വാദാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.